മരുന്നുകൾക്കിനി അമിതവില നൽകേണ്ട. പാഞ്ഞാൾ പഞ്ചായത്ത് ഓഫീസിന് മുൻവശത്തുള്ള ന്യൂ നന്മ മെഡിക്കൽസിൽ ഇംഗ്ലീഷ് മരുന്നുകൾക്ക് 50% വരെ വിലക്കുറവ്. ബ്രാൻഡഡ് മരുന്നുകൾക്ക് 10 മുതൽ 15% വരെ കിഴിവ് വേറെയുമുണ്ട്. പ്രശസ്ത ആയുർവേദ അലോപ്പതി വിദഗ്ധൻ ഡോക്ടർ കൃഷ്ണാനന്ദ് BAMS MBBS എല്ലാ ദിവസവും വൈകിട്ട് 3 മണി മുതൽ 5 മണി വരെ ഇവിടെ പരിശോധിക്കുന്നു. ന്യൂ നന്മ മെഡിക്കൽസിലെത്തുക. മന്ത്രിമാർ അടക്കമുള്ളവരെ ചോദ്യം ചെയ്യണം. മസാല ബോണ്ട് അഴിമതി ലക്ഷ്യം ലാവ്ലിൻ കമ്പനിയെ സഹായിക്കാൻ രമേശ് ചെന്നിത്തല. പരിഹാരം കാണാനുള്ള ഏതെങ്കിലും ക്രിയാത്മകമായ പദ്ധതികളോ പരിപാടികളോ കഴിഞ്ഞ 5 വർഷക്കാലം ചെയ്തില്ല എന്നുള്ള പരാതിയും നിലനിൽക്കുകയാണ്. പൊതുവെ നോക്കുമ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ നയങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും എതിരായിട്ടുള്ള ജനങ്ങളുടെ ശക്തമായ പ്രതിഷേധം ഉയർന്നു വരുന്നുണ്ട്. അതോടൊപ്പമാണ് ഏറ്റവും റീസെൻ്റായി നടന്ന ശബരിമലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. ഇന്ന് SITയുടെ മുമ്പിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. ഇല്ല, നീട്ടി കൊടുത്തു അല്ലേ, എക്സ്റ്റെൻഡ് ചെയ്തെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ കാലാവധി. അപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കോടതിയുടെ നിയന്ത്രണത്തിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് 2 പ്രമുഖ CPM നേതാക്കന്മാർ, ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായിരുന്ന ശ്രീ വാസുവും മുൻ MLA കൂടിയായ ശ്രീ പത്മകുമാറിനെയും പോലീസ് അറസ്റ്റ് ചെയ്ത് ഇന്ന് അവർ ജയിലിൽ കഴിയുകയാണ്. ഇന്ത്യയിലെ തന്നെ ലോകത്തെ തന്നെ ഏറ്റവും വലിയ മതേതര തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല. മണ്ഡല മകരവിളക്ക് കാലത്ത് 5 കോടിയിലധികം ഭക്തജനങ്ങൾ വരുന്ന സ്ഥലമാണ്. ഈ സ്ഥലത്താണ്, ഈ ആരാധനാ കേന്ദ്രത്തിലാണ് ഇത്രയും വലിയ സ്വർണ്ണക്കൊള്ള നടന്നിരിക്കുന്നത്. വാസ്തവത്തിൽ SITയുടെ ഈ കോടതിയുടെ നിയന്ത്രണത്തിലൊരു SIT വന്നില്ലായിരുന്നെങ്കിൽ ഇതൊന്നും പുറത്തു വരില്ലായിരുന്നു. ഇപ്പോഴത് പുറത്തു വന്നിരിക്കുന്നു. കുറ്റക്കാരായ ആളുകൾ, പ്രധാനികളായ 2 പേരെ അറസ്റ്റ് ചെയ്ത് അകത്തായിരിക്കുന്നു. ഇനിയും ധാരാളം പേരെ ചോദ്യം ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ശബരിമല കേസുമായി ബന്ധപ്പെട്ട ഈ തട്ടിപ്പിൽ പങ്കാളികളായ ആളുകളെ ജയിലിലടച്ചത് മാത്രമല്ല, ഇനിയും മന്ത്രിമാരടക്കമുള്ളവരെ ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു. ശബരിമലയിലെ കൊള്ള അടക്കമുള്ള വിഷയങ്ങളിൽ സംസ്ഥാന സർക്കാരിനും CPMനുമെതിരെ കടുത്ത വിമർശനവുമായി കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല രംഗത്തെത്തി. ശബരിമല വിഷയത്തിൽ മന്ത്രിമാർ അടക്കമുള്ളവരെ ചോദ്യം ചെയ്യണമെന്നും നടപടി വൈകുന്നത് ദുരൂഹമാണെന്നും അദ്ദേഹം ആരോപിച്ചു. കൊള്ളയ്ക്ക് നേതൃത്വം നൽകിയവർക്കെതിരെ CPM മറുപടി പറയാത്തത് അവർ കൂടുതൽ കാര്യങ്ങൾ തുറന്നു പറയുമെന്ന ഭയം കൊണ്ടാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സംസ്ഥാന സർക്കാർ നടപ്പാക്കിയ മസാല ബോണ്ടിനെ അദ്ദേഹം അഴിമതിയെന്ന് വിശേഷിപ്പിച്ചു. മോദി സർക്കാരിന്റെ തെറ്റായ സാമ്പത്തിക നയം മൂലമാണ് ഇതുണ്ടായതെങ്കിലും കേരളത്തിൽ 9.72% പലിശയ്ക്ക് ബോണ്ട് വാങ്ങിയത് അഴിമതിയാണ്. ഇത് ലാവ്ലിൻ കമ്പനിയെ സഹായിക്കാനാണ് എന്നതിന് തെളിവാണ് എന്നും ചെന്നിത്തല ആരോപിച്ചു. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മാധ്യമങ്ങളിൽ വാർത്ത വന്ന ഉടനെ നടപടിയെടുത്തുകൊണ്ട് കോൺഗ്രസ് മാതൃക കാണിച്ചു എന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. ലൈംഗിക അപവാദ കേസുകളുടെ മെറിറ്റ് കോടതിയാണ് പരിശോധിക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. കൂടാതെ രാഹുലിനെതിരെ നടപടിയെടുക്കാൻ AICC നിർദ്ദേശം നൽകിയിട്ടില്ലെന്നും സംസ്ഥാന ഘടകം നിർദ്ദേശം നൽകുമ്പോൾ മാത്രമാണ് AICC അംഗീകാരം നൽകുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ പ്രക്രിയ അറിയാത്തവരാണ് തെറ്റായ വാർത്തകൾ നൽകുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു. പാലക്കാട്ട് മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്ത സംഭവത്തെ ന്യായീകരിച്ച ചെന്നിത്തല സാധാരണക്കാരായ പ്രവർത്തകർ ചോദ്യം കേട്ടപ്പോൾ ബഹളമുണ്ടാക്കിയതാണെന്നും മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്തിട്ടില്ലെന്നും പറഞ്ഞു. പ്രതിഷേധമുള്ളവർ പ്രമേയം പാസാക്കട്ടെ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് CCV.